ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് മലു വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ കുറച്ച് ഈ ഒരാഴ്ചയിൽ ഇറങ്ങും, ഈ മാസങ്ങളിൽ ഇറങ്ങും എന്നുള്ള കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകൾ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലീസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 12 FC എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഷറഫുദ്ദീൻ അതുപോലെ തന്നെ ജോണി ആന്റണി, ജോർജ് ഗോര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് 12 FC എന്ന് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചതാണ്. സർപ്രൈസ് റിലീസായിട്ടാണ് ആമസോൺ പ്രൈമിലൂടെ ഈ ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. പേഴ്സണലി ഈ ചിത്രം ഞാൻ കണ്ടു കഴിഞ്ഞു. ഈ ചിത്രം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, നല്ലൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രം, നല്ല രീതിയിൽ റിലേറ്റഡ് ആകാൻ പറ്റുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആമസോണിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ്, അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഹായ് നാന എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നാനി, മിർനാൽ ഠാക്കൂർ, ജയറാം എന്നൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിലെടുത്താവുന്ന ഒരു ചിത്രമാണ് ഹൈ നാന എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ഡിസംബർ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഹായ് നാന എന്ന് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. കാണാൻ താല്പര്യമുള്ളവർക്കൊക്കെ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കാതൽ ദ കോർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മമ്മൂക്ക അതുപോലെ തന്നെ ജ്യോതിക എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് ജിയോ ബേബി സംവിധാനം ചെയ്ത ഒരു ചിത്രമായിരുന്നു കാതൽ ദ കോർ എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു കാതൽ ദ കോർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയതെന്നും അതുപോലെ തന്നെ ജിയോ സിനിമാസ് ആണ് സ്വന്തമാക്കിയെന്നുള്ള അപ്ഡേറ്റ് ഒക്കെ പരക്കെ പറഞ്ഞു കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഒഫീഷ്യലി ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. രണ്ട് ഓപ്ഷനിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഇത് വിത്തൗട്ട് റെന്റിൽ എല്ലാ കസ്റ്റമേഴ്സിനും ലഭിക്കുന്നുള്ള അപ്ഡേറ്റും പറയുന്നത് കേൾക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിൽ ഇപ്പോൾ കാതൽ ദ കോർ എന്ന ചിത്രം ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഉടൽ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ധ്യാൻ ശ്രീനിവാസൻ, ദുർഗാകൃഷ്ണ, ഇന്ദ്രൻസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഉടൽ എന്ന് പറയുന്നത്. ഏകദേശം 2 വർഷത്തോളം ആയിട്ടാണ് ഈ ചിത്രം ഇപ്പോൾ OTT റിലീസിന് എത്തുന്നത്. ഒരുപാട് പേര്, മലയാളി പ്രേക്ഷകരുടെ ഒരുപാട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. ചതുരം എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം സൈന പ്ലേയിൽ അടുത്തായിട്ട് ഇറക്കുന്ന ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു ഉടൽ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ളത് സൈന പ്ലേയിലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. വൈകിട്ട് 5 മണി തൊട്ട് 8 മണിയുടെ ഉള്ളിലായിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. മലയാളത്തിൽ മാത്രമാണ് ലഭിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വലിയ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഇല്ല. അറിയുന്നവർ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിനെ കുറിച്ചൊരു അപ്ഡേറ്റ് ആണ്. സണ്ണി വെയിൻ, നിഖില വിമൽ, വിജയരാഘവൻ, അജു വർഗീസ്, അശോകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന് ശേഷം ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യുന്ന ഒരു മലയാളം വെബ് സീരീസാണ് പേരലൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ് ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, മറാത്തി, ബംഗാളി എന്നീ ഭാഷയിലൂടെയാണ് ഈ ഒരു ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. താല്പര്യമുള്ളവർക്കൊക്കെ ഡിസ്നി വേൾഡ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കോഞ്ചറിങ് കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. സതീഷ്, രജിൻ കിങ്സ്ലി അതുപോലെ തന്നെ ആനന്ദ് രാജ്, രഗീന കൊൺസാൻട്ര എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിലോട് തന്ന ഒരു ചിത്രമാണ് കോഞ്ചറിങ് കണ്ണപ്പൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രം കഴിഞ്ഞ മാസം തിയേറ്ററിൽ ഇത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കി നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലില്ലി റാണി എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ തമ്പി രാമയ്യ അതുപോലെ തന്നെ ജയപ്രകാശ്, ഛായ സിംഗ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ലില്ലി റാണി എന്ന് പറയുന്നത്. ഈ ചിത്രം 2022 തിയേറ്ററിൽ റിലീസ് ചെയ്ത് ചെറിയൊരു വിജയം നേടിയിട്ട് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയുള്ള ആഹാ തമിഴാണ്. ആഹാ തമിഴിലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരുപാട് പുതുമുഖങ്ങൾ നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബോയ്സ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. ഈ ചിത്രം കുഴപ്പമില്ലാത്തൊരു വിജയം എഴുതുമായിട്ടുള്ള ഈ ഒരു ചിത്രത്തിൽ സർപ്രൈസ് എലമെന്റ് എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാമിയോ റോളിലൊക്കെ നമ്മുടെ ഋഷഭ് ഷെട്ടിയും ദീക്ഷിതൊക്കെ എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ OT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ആഹാ തെലുങ്കാണ്. ആഹാ തെലുങ്കിലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OT റിലീസിന് വേണ്ടിയിട്ട്.
ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. തേജസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ കങ്കന റണൌട്ട്, ആശിഷ് വിദ്യാർത്ഥി, വൈശാഖ് നായർ എന്നിവർ കേന്ദ്രകഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു തേജസ് എന്ന് പറയുന്ന ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി C5 ആണ്. ഈ ചിത്രം തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറിയായിരുന്നു. കഴിഞ്ഞ മാസം തിയേറ്ററിൽ ചെയ്ത് അട്ടർ ഫ്ലോപ്പായി മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് C5 ആണ്. C5ലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഹിന്ദി ഭാഷയിൽ മാത്രമാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആന്റണി എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജോജി ജോർജ്, ചമ്പൻ വിനോദ്, കല്യാണി പ്രിയദർശൻ, അതുപോലെ തന്നെ നൈല ഉഷ, വിജയരാഘവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ആന്റണി എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുവരെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഇന്നായിരിക്കും അപ്ഡേറ്റ് വരിക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ടൈഗർ 3 എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൽമാൻ ഖാൻ, കത്രീന കൈഫ്, ഇമ്രാൻ ഹാഷ്മി, അതുപോലെ രേവതി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹിന്ദി ചിത്രമായിരുന്നു ടൈഗർ 3 എന്ന് പറയുന്നത്. നവംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള ആമസോൺ പ്രൈമാണ്. ആമസോൺ പ്രൈമിലൂടെ ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ സർപ്രൈസ് റിലീസ് ആയിട്ട് ചിലപ്പോൾ ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിന് ശേഷമായിരിക്കും വരാം. ചിലപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആമസോണിന്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ സർപ്രൈസ് റിലീസും പ്രതീക്ഷിക്കാം. നമുക്ക് സാധ്യതകളില്ലാതെ തള്ളിക്കളയാനും പറ്റില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സലാർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രഭാസ്, അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരുപാട് ക്രൂ ഒക്കെയുള്ള ഒരു ചിത്രമായിരുന്നു സലാർ എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ മേക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അംബോല ഫിലിംസും അതുപോലെ തന്നെ പ്രശാന്ത് നീലുമാണ് ഈ ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ഡയറക്ടറും വരുന്നത്. ഈ ഒരു ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരാൻ നോക്കുകയാണെങ്കിൽ മേ ബി ഫെബ്രുവരി മാസത്തിലൂടെ ആയിരിക്കും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക. ചിലപ്പോൾ ഈ ഒരു ആഴ്ചയിലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ ഈ ചിത്രത്തിന്റെ ലീക്ക്ഡ് പ്രിന്റ്, അതായത് ഇൻഡിസൺ എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോമിലൂടെ ലീക്ക്ഡ് പ്രിന്റ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. കാരണം ഇത് ചിത്രം ഫാനിന്റെ ചിത്രം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ലീക്ക്ഡ് പ്രിന്റ് വരാനും സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അനിമൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രൺബീർ കപൂർ, അതുപോലെ തന്നെ ബോബി ഡിയോൾ, അതുപോലെ അനിൽ കപൂർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അനിമൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ജനുവരി മാസം 15-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ചിത്രം ജനുവരി മാസം 26-ാം തീയതിയും സ്ട്രീമിംഗ് ചെയ്യുന്നുള്ള ഒരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാള ചിത്രത്തിന്റെ അപ്ഡേറ്റ് ആണ്. ഒരുപാട് വീഡിയോയിൽ ഞാൻ ഇത് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സർപ്രൈസ് റിലീസ് ആയിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോഴും വീണ്ടും എടുത്ത് പറയുകയാണ്. ആൻസൺ പോൾ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു രാഹേൽ മകൻ കോര എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രം ഞാൻ പ്രതീക്ഷിച്ച കഴിഞ്ഞ മാസം ക്രിസ്മസിനോ അല്ലെങ്കിൽ ന്യൂ ഇയറിനൊക്കെ ചിലപ്പോൾ സർപ്രൈസ് റിലീസായിട്ട് എത്തുമെന്ന് വിചാരിച്ചിട്ടുള്ള ഈ ചിത്രം ഇതുവരെ OTT റിലീസിന് എത്തിയിട്ടില്ല. ഇപ്പോഴും പറയുന്ന ചിത്രം ചിലപ്പോൾ ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് സർപ്രൈസ് റിലീസായിട്ട് എത്താനുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തോൽവി FC ഒക്കെ സർപ്രൈസ് റിലീസ് എത്തി. അതുപോലെ ഈ ചിത്രം ചിലപ്പോൾ ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി സർപ്രൈസ് റിലീസായിട്ട് OTT റിലീസിന് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു കന്നഡ മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സപ്തസാഗർ ദേശോ ഇല്ലയോ പാർട്ട് B എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ജസ്റ്റിക് ഷെട്ടി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സപ്തസാഗർ ദേശോ ഇല്ലയോ പാർട്ട് B എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് പാർട്ട് നല്ലൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ളതാണ്. സെക്കൻഡ് പാർട്ട് ഇപ്പോൾ തിയേറ്റർ റിലീസ് ചെയ്തു. ഇപ്പോൾ ഒഫീഷ്യലി ഈ ചിത്രം ഒരുപാട് പേര്, ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇപ്പോൾ ഇതേ പറയുന്നു, ഈ ദിവസം സർപ്രൈസ് റിലീസായിട്ട് എത്തുമെന്നുള്ള ഒരുപാട് തവണയായി പറയുന്നു. ഇപ്പോഴും പറയുകയാണ് ഈ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ ആമസോൺ പ്രൈം തന്നെയാണ് മേടിച്ചിട്ടുള്ളതെങ്കിലും ചിത്രത്തിന്റെ ഡേറ്റോ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. സർപ്രൈസ് റിലീസാണ് നമുക്ക് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 5-ാം തീയതി സർപ്രൈസ് റിലീസായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഈ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ബാന്ദ്ര എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. ദിലീപ്, തമന്ന ഭാട്ടിയ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്നത്. ഈ ചിത്രം കഴിഞ്ഞ വർഷം തിയേറ്ററിൽ റിലീസ് ചെയ്ത് അട്ടർ ഫ്ലോപ്പായിട്ട് മാറിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറാണ്. ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 12-ാം തീയതി ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിലൂടെ അടുത്തായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമാണ്. പേരിലൂർ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന് ശേഷം അടുത്തായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിലൂടെ എത്താവുന്ന ചിത്രമാണ്. ദിലീപേട്ടൻ്റെ ചിത്രമാണ് ബാന്ദ്ര എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിലീസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ വിഷ്ണു ഉണ്ണീഷൻ,
ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് വാസിർ, പ്രിയാക മാർട്ടിൻ, ജൂഡ് ആന്റണി ജോസഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മലയാള ചിത്രമായിരുന്നു ഡാൻസ് പാർട്ടി എന്ന് പറയുന്നത്. ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതുമായിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമായിട്ടുള്ള സൈനപ്ലൈ ആണ്. സൈനപ്ലൈയിലോട് ചിത്രം എന്ന് വരാൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉടൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷം മേ ബി 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ചിത്രം ജനുവരി മാസം തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന അടുത്തൊരു സൈനപ്ലൈയിലെ OTT റിലീസിൽ അപ്ഡേറ്റ് ആവുന്ന ചിത്രമാണ് ഡാൻസ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.